നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓഹോ, അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ ന്യൂസ് കൂടെ എത്തിയല്ലേ? മാർഗേ, എന്താടാ നിനക്ക് എന്തിന്റെ കേടാ? നിനക്ക് നിന്റെ മാത്രം കാര്യം നോക്കിയാ പോരെ? അതൊക്കെ പണ്ട്. ഇപ്പോഴേ ട്രെയിനിങ്ങിലാണെങ്കിലും ഞാനൊരു പോലീസുകാരനാ. നിയമവിരുദ്ധമായി ബാമേച്ചി ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നാളെ എനിക്കും ചിലപ്പോ മറുപടി പറയേണ്ടി വരും. ഭരത്തെ, നീ വെറുതെ മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ. അഭിക്കും ഭാമയ്ക്കും കുഴപ്പമില്ലെങ്കിലേ പിന്നെ നിനക്കെന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഭരതേട്ട, എന്താ ഇത്? ദേ അരുന്ധതി, നീ ഇതിൽ ഇടപെടണ്ട. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ നീ കൈകാര്യം ചെയ്. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റോ നീ അതൊക്കെ ചെയ്. നീ എന്തൊക്കെ കാണിച്ചാലും ഇതിന്റെ ഉറച്ച തീരുമാനം തന്നെയാ. എനിക്ക് എന്റെ ഭർത്താവിന്റെ സമ്മതം മാത്രം നോക്കിയാ മതി. ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ ഇവിടെ അരുന്ധതിയെ മാത്രം ഭരിച്ചാ മതി, ഇങ്ങോട്ട് വരണ്ട. താഴ്ന്നു കൊടുക്കും തോറും അവൻ തലയിൽ ചവിട്ടി കയറുക. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്, കോടതിയിലെ ഞാൻ പറഞ്ഞോളാം. ഞാനൊരു വാക്ക് എന്റെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ആരൊക്കെ തടസ്സം നിന്നാലും ഞാനത് പാലിക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ഭാമേ, എന്നാലേ ഇവന്റെ തലയിലോട്ട് കേറൂ. വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു, ഹോസ്പിറ്റലിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താ നിനക്ക്? നിനക്ക് നിന്റെ കാര്യം നോക്കി ജീവിച്ചൂടെ? ഒരല്പമെങ്കിലും ഭാവനച്ചോട് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. നിയമം നീ പഠിപ്പിക്കണ്ട, ഞാൻ പഠിച്ചോളാം. ഇവന് മാത്രല്ലേ നിയമം അറിയാൻ പാടുള്ളൂ. മയക്കുമരുന്നിന്റെ ഇടപാട് നടത്തിയിട്ടുള്ള നീ തന്നെ ഇതൊക്കെ പറയണം. അരുന്ധതി, നീ ഇവനെ വിളിച്ചോണ്ട് പോ. ഇനി ഇവൻ ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോ ആജന്മ ശത്രുവായി മാറും. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്തിനാടാ ഇത്രയൊക്കെ കേക്കാൻ പോയത്? സാധാരണഗതിയില് ഞാനാണ് ഭാമയെ എതിർക്കേണ്ടതും പിന്തിരിപ്പിക്കേണ്ടതും. എനിക്ക് പോലും ഭാമ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ അഭിമാനമാണ് തോന്നിയത്. പക്ഷേ ഭാമയുടെ സഹോദരനായ നിനക്ക് നെഗറ്റീവ്. ഇവിടെ ഇപ്പൊ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല ആന്റി, പറഞ്ഞാൽ ശരിയാവത്തില്ല. നോക്കിക്കോ, ഇതിന്റെ പേരിൽ ബാമേച്ചി അനുഭവിക്കുമ്പോ പഠിച്ചോളൂ എല്ലാവരും. മതി വാ. ഇവൻ എന്താ ഇങ്ങനെ? ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവനാ. ഇപ്പതേ കുറുകെ കയറി നിൽക്കുന്നു. നീ അവനോട് പറഞ്ഞതാ ശരി. കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൻ മിണ്ടാതെ നിന്ന് കണ്ടില്ലേ? നാവ് പുറത്തേക്ക് എടുക്കേണ്ടടുത്ത് എടുക്കുക തന്നെ വേണം ഭാമേ. എന്നേക്കാൾ കൂടുതൽ ഇവനിലാ കൂടുതൽ പ്രതീക്ഷ ഭാവനിച്ച് വെച്ചത്. അവൻ തന്നെ ഇപ്പോ ഭാവനിച്ചക്ക് എതിരായി നിൽക്കുന്നേ. കലികാലം, അല്ലാതെ എന്തു പറയാൻ. അവൻ പഠിച്ചതേ പാടൂ. ഇനി അവൻ നന്നാവണമെങ്കിലേ സ്വയം മനസ്സിലാക്കി തന്നെ വേണം നന്നാവാൻ. പിന്നെ നീ ഇതൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളഭാമേ. എന്നിട്ട് നല്ലതുപോലെ പോയി റെസ്റ്റ് എടുക്ക്. നാളെ ചെക്കപ്പും ടെസ്റ്റും ഒക്കെ ഉള്ളതല്ലേ? അമ്മ കൂടി വരുന്നോ? വേണ്ട, പൂരിയും ഭാവനയൊക്കെ ഉള്ളതല്ലേ. നിങ്ങൾ പോയിട്ട് വാ. ശരി. ഭാമേ, ഇനി ഭരതനോട് സംസാരിക്കൊന്നും വേണ്ട കേട്ടോ. അവനൊരല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇനി ഇതേപ്പറ്റി സംസാരിക്കാനൊന്നും വരില്ല. ഭരത്തിനെ ഇനി ആരെങ്കിലും കീ കൊടുത്തു വിട്ട് കളിപ്പിക്കുന്നതാണോ ഒന്ന് നോക്കണം. അങ്ങനെയൊന്നും ആരും ചെയ്യില്ലമ്മേ. ഇതവൻ വലിയ ആളാവാൻ വേണ്ടി നോക്കുന്നതാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തായാലും ഭരത്തിന് ഇത്രയും അത്യാവശ്യം തന്നെയായിരുന്നു. ഇരുന്ന് ചിന്തിക്കട്ടവൻ. ഭാമച്ചിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഭരത്തേട്ടൻ തന്നെ സ്വന്തം വില കളയാൻ നോക്കുന്നേ.
ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നമുക്കൊന്നിനും പോവണ്ടാന്ന്. അപ്പൊ കേട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ആർക്കും ഒരു വിലയില്ലല്ലോ. ആര് പറഞ്ഞു? പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം വിലയുണ്ടോ ഇല്ലയോ എന്ന്. നീ നോക്കിക്കഴിഞ്ഞതി നിന്റെ അമ്മ മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടാ ഭാമേച്ചിക്ക് കൂട്ടി നിൽക്കുന്നത്. അത് നമുക്ക് മാത്രം തോന്നിട്ട് എന്താ കാര്യം? ഭാമേച്ചിക്കും കൂടെ തോന്നണ്ടേ? തോന്നിക്കോളും. ഇങ്ങനെ പോയാ അധികം വൈകാതെ തന്നെ തോന്നിക്കോളും ഭാമേച്ചിക്ക്. നീ കുറിച്ചിട്ടെഴുന്നതി ഒരു ദിവസം ഈ ഗർഭത്തിന്റെ പേരില് ആന്റി ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. അതിനുവേണ്ടിയാ ആന്റി ഇങ്ങനെ എങ്ങും തൊടാതെ നിൽക്കുന്നത്. അമ്മയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഭരതേട്ടന് അറിയാലോ. എന്ത് വന്നാലും അമ്മയ്ക്ക് വലുത് സ്വന്തം കാര്യം തന്നെയാ. അവിടെ ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അമ്മ പിന്മാറില്ല. ഇതിപ്പോ ഭരതേട്ടന് എല്ലാവരുടെ ശത്രു പോകുന്നല്ലാതെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നെ ആരോ എങ്ങനെ കാണട്ടെ, എനിക്കതിനൊന്നൊരു വിഷമമില്ല. ഞാൻ പറയാനുള്ളത് എവിടെയാലും പറയും. അബിയേട്ടന്റെ ധൈര്യത്തിലാ ഭാമേച്ചി ഇതിന് തയ്യാറായിരിക്കുന്നേ. അതുകൊണ്ട് അബിയേട്ടൻ വരുമ്പോ ഭരതേട്ടൻ ഉപദേശിക്കാനൊന്നും പോവരുത്. ഞാനാരെ ഉപദേശിക്കാനൊന്നും പോകുന്നില്ല. അബിക്ക് തലയ്ക്ക് ഓളാണെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ ഇതുപോലൊരു മണ്ടത്തരത്തിന് കൂട്ടി നിൽക്കുവോ? നമുക്ക് മാത്രം മണ്ടത്തരൊന്നും പറയാവുന്നല്ലാതെ മറ്റാർക്കും അങ്ങനെ തോന്നില്ലല്ലോ. പിന്നെ വിട്ടേക്ക്. തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഭാമേച്ചി ഭരതേട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്റെ നാവടയ്ക്കാനും ഞാൻ ഇനി എതിർത്തൊന്നും പറയാതിരിക്കാനും വേണ്ടിയാണ് ഭാമേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാവും. പക്ഷേ ഞാൻ പറഞ്ഞതാണോ ശരി, ഭാമേച്ചി എടുത്ത തീരുമാനമാണോ ശരിയെന്ന് ഉടനെ തന്നെ എല്ലാവർക്കും മനസ്സിലായിക്കോളും. നാളെ നമുക്ക് വീട് വരെ ഒന്ന് പോയാലോ? അവിടെ എല്ലാവരും പരിഭവത്തിലാ. ഞാനിപ്പോ എങ്ങോട്ടും വരുന്നില്ല. എന്നെയും എന്റെ അഭിപ്രായത്തെയും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരിടത്തേക്ക് ഞാൻ എന്തിനാ നീ വരുന്നേ? അമ്മയും സഹോദരങ്ങളും അല്ലേ, വേറെ ആരും അല്ലല്ലോ. ആരായിരുന്നാലും ഞാനില്ല. നീ വേണി പോയിട്ട് വാ. കരയില്ലേ? മോള് കരയരുത് കേട്ടോ. അമ്മ ഉടനെ വരാം. അമ്മ ഈ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോന്ന് പോലും അറിയില്ല. എങ്കിലും എന്റെ ഭാവനേച്ചിക്ക് വേണ്ടിയാ ഞാനിത് ചെയ്യുന്നത്.